അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമാക്കപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വലോകവും പടക്കാൻ കാരണമായ ഈ ലോകത്തേക്ക് 1,24,000-ലധികം പ്രവാചകന്മാരെ നിയോഗിച്ചതും ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ്. സർവ്വലോകവും പടക്കാൻ കാരണം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർവ്വലോകത്തിനും അനുഗ്രഹമാണ്. വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ഓ നബിയെ, അങ്ങയെ സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല. സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത്. ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. എല്ലാവർക്കും അനുഗ്രഹമാണ് മുത്തുനബി. തമാടികൾക്കും കാഫിരീങ്ങൾക്കും മുനാഫിക്കീങ്ങൾക്കും ഒക്കെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു അനുഗ്രഹമാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, കഴിഞ്ഞ കാല അമ്പിയാക്കളുടെ സമൂഹത്തിലുള്ള ആളുകൾ കളവാക്കിയാൽ അവരെ ഉടനെ തന്നെ നശിപ്പിക്കുമായിരുന്നു. എന്നാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തെ മുത്തുനബിയെ കളവാക്കിയവരെ അല്ലാഹു ഉടനെ തന്നെ ശിക്ഷിച്ചിട്ടില്ല. ഒന്നെങ്കിൽ അവരുടെ മരണം വരെയോ അല്ലെങ്കിൽ അന്ത്യനാൾ വരെ ദീർഘിപ്പിക്കുമായിരുന്നു. അതവർക്ക് അനുഗ്രഹമാണ്. എന്നാൽ മുത്തുനബിയെ വാസ്തവമാക്കുന്നവർക്ക് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു റഹ്മത്ത് ചെയ്യുന്നതാണ്. സർവ്വ സൃഷ്ടികൾക്ക് അനുഗ്രഹമാണ് എന്നുള്ളത് മുഅ്മിനീങ്ങൾക്ക് ഹിദായത്ത് കൊണ്ടും മുനാഫിക്കീങ്ങൾക്ക് കൊലപാതകത്തിൽ നിന്ന് നിർഭയത്വം നൽകൽ കൊണ്ടും കാഫിരീങ്ങൾക്ക് ശിക്ഷയെ പിന്തിപ്പിക്കൽ കൊണ്ടും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്താണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്, അങ്ങേക്ക് എന്നെ കൊണ്ട് എന്താണ് റഹ്മത്ത് ലഭിച്ചത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, അങ്ങയെ കൊണ്ടാണ് എനിക്ക് നിർഭയത്വം ലഭിച്ചത് എന്നുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പുകഴ്ത്തി പറഞ്ഞു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു. ശക്തിയുള്ളവനും അല്ലാഹുവിൽ സ്ഥാനമുള്ളവരുമായ ഒരു ദൂതന്റെ, ഒരു പ്രവാചകന്റെ വചനമാണ് ഖുർആൻ. ആ പരിശുദ്ധമായ ഖുർആൻ നിങ്ങളിലേക്ക് വഹീ മുഖേന എത്തിക്കാൻ വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്തത് എന്നെയാണ്. എനിക്കത് റഹ്മത്താണ്. അങ്ങനെ സർവ്വലോകത്തിനും ഓരോ വ്യക്തികൾക്കും കാഫിരീങ്ങളും മുനാഫിഖീങ്ങളും എല്ലാവരെയും എടുത്തു നോക്കുമ്പോൾ മുത്തുനബിയുടെ ജന്മം അവർക്കൊക്കെ അനുഗ്രഹമാണ്. മുത്തുനബിയുടെ ജന്മദിനം കൊണ്ട് നമ്മൾ ആഘോഷിക്കേണ്ടതുണ്ട്. അവിടുത്തെ റഹ്മത്തുകൾ, അവിടുത്തെ മധുകൾ നമ്മൾ വാഴ്ത്തി പറയേണ്ടതുണ്ട്.